ഈ മതവിശ്വാസങ്ങളൊക്കെയും മുന്നോട്ട് വെക്കുന്ന ഒരു പ്രപഞ്ച സങ്കല്പം എന്ന് പറയുന്നത് മനുഷ്യനും പ്രകൃതിയും എല്ലാം പരസ്പര പൂരകങ്ങളായി ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഒരു സന്ദേശമാണ്. ഹൈന്ദവ പുരാണങ്ങളിലും ഇസ്ലാം പ്രതിദാനം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലും പ്രവാചക ജീവിതത്തിലുമൊക്കെ പ്രകൃതിക്കും അതിൻ്റെ ഭംഗിക്കും അതിനെ പരിപോഷിപ്പിക്കേണ്ടതിൻ്റെയും ആവശ്യം വളരെ കൂടുതൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ കയ്യിലുള്ള വിത്തുകൾ മുളപ്പിക്കാൻ, അതിനായി മണ്ണിലേക്ക് വിതയ്ക്കാനാണ് പ്രവാചക വചനം. അതുപോലെ ഹൈന്ദവ പുരാണങ്ങളിലെല്ലാം ജീവസുറ്റ കഥകളൊക്കെയും മനുഷ്യനോട് ഇതിഹാസമായി പറയുമ്പോഴും അതിലൊക്കെ തന്നെയും ധാർമ്മികത അല്ലെങ്കിൽ ഇതിഹാസ തുല്യമായ വ്യാഖ്യാനത്തിന് അതിന് വലിയ പ്രാധാന്യമുണ്ട്. ധർമാർത്ഥ കാമ മോക്ഷാണാം ഉപദേശ സമന്വിതം പുരാവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷിതേ എന്നാണ് പറയുന്നത്. ഈ കാമാഗ്രഹങ്ങൾ, കാമാർത്ഥികൾ എന്ന് പറയുമ്പോൾ ലൈംഗികാഗ്രഹങ്ങൾ മാത്രമല്ല, പ്രകൃതിയുടെ ഈ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ആസ്വദിക്കുന്ന എല്ലാ വികാരങ്ങളും പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള അർത്ഥം ശേഖരിക്കുമ്പോൾ ധർമ്മത്തെ മുറുകെ പിടിക്കാനാണ്. അങ്ങനെ പിടിക്കുന്ന കഥകൾ പറയുന്ന ചരിത്രങ്ങളെയാണ് ഇതിഹാസങ്ങളെന്ന് പറയുന്നത്. അത് ഈ പറയുന്ന വിശുദ്ധ ഖുർആനും അതുപോലെ ഹിന്ദുമതത്തിൻ്റെ ഗ്രന്ഥങ്ങൾക്കുമൊക്കെ ഒരു പൊതു വീക്ഷണ ശ്ലോകമായി തന്നെ പരിഗണിക്കാവുന്നതാണ്. കാരണം ഇസ്ലാമും പറയുന്നത് ഈ പറയുന്ന ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് നിങ്ങൾ മാർഗങ്ങൾ തേടുമ്പോൾ അതിൽ ധാർമ്മികത, ദൈവികത ഒരിക്കലും കൈവിടരുതെന്നാണ്. നിങ്ങളീ കാണുന്നത് ഒരു മനോഹരമായ നക്ഷത്രവനമെന്നൊരു പുതിയ സങ്കല്പം മണ്ണിൽ പതിപ്പിച്ചതാണ്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നിങ്ങൾ സന്ദർശനത്തിനെത്തുമ്പോൾ അതിൻ്റെ പുറകിലുള്ള ഒരു പ്രദേശത്ത് ഏതാണ്ട് 1.5-2 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഈ ഹൈന്ദവ മതവിശ്വാസം നാളുമായി ബന്ധപ്പെട്ടതാണ്. 27 നാളുകളുണ്ട് എന്നാണ് ഹൈന്ദവ മതവിശ്വാസ പ്രകാരം. ആ 27 നാളുകളോട് ചേർന്നുള്ള 27 വൃക്ഷങ്ങൾ നമ്മൾ സാധാരണ ഈ പലതരം നക്ഷത്രങ്ങൾ അതുമായി ചേർത്ത് വെച്ച് പറയാറുണ്ട്. പലതരം കല്ലുകൾ, വൈരക്കല്ലുകൾ. ചിലരൊക്കെ നമ്മുടെ കയ്യിൽ കല്ല് കാണുമ്പോൾ നാൾ നോക്കി വാങ്ങിയതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഈ പറയുന്ന നാളിനോട് ചേർത്ത് വെച്ച വൃക്ഷങ്ങളുടെ ഒരു പരിപോഷണം അതിനെ വെച്ച് പിടിപ്പിച്ച് രൂപപ്പെടുത്തിയതാണ് ഈ കാണുന്ന നക്ഷത്രവനം. നിങ്ങൾക്ക് ഈ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ ഇത് കാണാവുന്നതാണ്. നിങ്ങളുടെ നാളിൻ്റെ മരങ്ങൾ ഏതാണെന്ന് നോക്കാവുന്നതുമാണ്.